Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 4/2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. സോ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാം. നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ വന്നതിന് ശേഷം നന്നായിട്ട് റിവിഷൻ ചെയ്യാനൊക്കെ ടൈം കിട്ടും. അതല്ല കൺഫർമേഷൻ വന്നതിന് ശേഷമാണ് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ടെൻഷനാവും, നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. ഓക്കെ, സോ ഇപ്പോഴേ നമ്മൾ പഠിച്ചിട്ട് പോവാം. പിന്നെ എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും അത് റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ കുറേ കാര്യം ഒരു പ്രാവശ്യം വായിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കാര്യം ആക്കി റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a cardiac marker? ഓപ്ഷൻ എ ട്രോപ്പൈ, ഓപ്ഷൻ ബി CKMB, ഓപ്ഷൻ സി AST, ഓപ്ഷൻ ഡി ALT. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ALT. സോറി, ഓക്കെ, ALT. ഈ ALT എന്ന് പറയുന്നത് ലിവർ സ്പെസിഫിക് എൻസൈമാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കാർഡിയാക് മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചത് കാർഡിയാക് മാർക്കറായിട്ട് യൂസ് ചെയ്യാത്തത് ഏതാണ്? ഒരിക്കലും ALT നമ്മൾ കാർഡിയാക് മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നില്ല. ട്രോപ്പൈ ആയിക്കോട്ടെ, CKMB ആയിക്കോട്ടെ, AST ആയിക്കോട്ടെ, AST എന്ന് പറഞ്ഞാൽ SGOT ആയിക്കോട്ടെ, നമ്മൾ കാർഡിയാക് മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ALT ഏതാണ്? ലിവർ മാർക്കറാണ് കേട്ടോ. സോ ഇവിടെ ഇത് മൂന്നും അല്ലാണ്ട് വേറെ ഏതൊക്കെ കാർഡിയാക് മാർക്കർ ഉണ്ട്? യെസ്, LDH യൂസ് ചെയ്യുന്നുണ്ട്, TROP-T യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മയോഗ്ലോബിലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കാർഡിയാക് മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്ലഡ് കാൽഷ്യം ലെവൽ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ഓപ്ഷൻ എ റിക്കറ്റ്സ്, ഓപ്ഷൻ ബി ഹൈപ്പോപാരാതൈറോയിഡിസം, ഓപ്ഷൻ സി ബോൺ ട്യൂമർ, ഓപ്ഷൻ ഡി റീനൽ ഫെയിലിയർ. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി ബോൺ ട്യൂമർ. കാരണം ബ്ലഡ് കാൽഷ്യം കൂടുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്കറ്റ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം ബ്ലഡിൻ്റെ കാൽഷ്യം ലെവൽ കുറയാണ്. ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൻ്റെ കേസിലും ബ്ലഡിൻ്റെ കാൽഷ്യം ലെവൽ കുറയാണ്. എങ്ങനെയാണ്? നമ്മൾ പാരാതൈറോയ്ഡ് ഹോർമോൺ ഇല്ലേ, പാരാതോർമോൺ, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ ലെവല് കൂട്ടുക, അതായത് ബോണിന്ന് ബ്ലഡിലേക്ക് കാൽഷ്യത്തിനെ കൊണ്ടുവരിക എന്നുള്ളത്. ബ്ലഡിൻ്റെ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂട്ടുന്ന ഹോർമോൺ പാരാതോർമോണാണ്. അപ്പോൾ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ കുറയും, അപ്പോൾ ബ്ലഡിൻ്റെ കാൽഷ്യത്തിൻ്റെ ലെവലും ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഈ ഒരു കേസിലും ബ്ലഡിൻ്റെ കാൽഷ്യം ലെവൽ കുറയാണ്. റീനൽ ഫെയിലിയർ ഉണ്ടാവുന്ന കേസിലും ബ്ലഡിൻ്റെ കാൽഷ്യം ലെവൽ കുറയാണ്. കാരണം കാൽഷ്യം റീഅബ്സോർപ്ഷൻ നടക്കാത്തതുകൊണ്ട് ബ്ലഡിൻ്റെ റീനൽ ഫെയിലിയറിൻ്റെ കേസിലും എന്ത് ചെയ്യാണ്? ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയാണ് ചെയ്യുന്നത്. അപ്പം ട്യൂമറിൻ്റെ കേസിൽ, ബോൺ ട്യൂമറിൻ്റെ കേസിലാണ് ബ്ലഡ് കാൽഷ്യം ലെവൽ കൂടുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൈക്രോ മിനറൽ എമംഗ് ദ ഫോളോവിങ്. ഓപ്ഷൻ എ പൊട്ടാസ്യം, ഓപ്ഷൻ ബി മാഗ്നീഷ്യം, ഓപ്ഷൻ സി സോഡിയം, ഓപ്ഷൻ ഡി സിങ്ക്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി സിങ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഇവിടെ മാക്രോ മിനറൽസ് ആണ്. സിങ്ക് മാത്രമാണ് മൈക്രോ മിനറൽസ്. സിങ്ക് കൂടാതെ വേറെ ഏതൊക്കെ മൈക്രോ മിനറൽസ് ഉണ്ട്? അയൺ, അയഡിന്, മാംഗനീസ്, കൊബാൾട്ട്, സെലീനിയം, കോപ്പർ, ഇതൊക്കെ എന്താണ്? മൈക്രോ മിനറൽ. ഒന്നുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. സിങ്ക്, കോപ്പർ, കൊബാൾട്ട്, അയഡിൻ, അയൺ, മാംഗനീസ്, സെലീനിയം ഒക്കെ എന്താണ്? മൈക്രോ മിനറൽസ് ആണ്. സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്നൊക്കെ പറയുന്നത് മാക്രോ മിനറൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് നമ്മളുടെ ബോഡിക്ക് മതി കേട്ടോ. 29. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രോസ്റ്റാറ്റിക് കാർസിനോമ? ഓപ്ഷൻ എ ആസിഡ് ഫോസ്ഫറ്റേസ്, ഓപ്ഷൻ ബി ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ഓപ്ഷൻ ബി സി
അലാനിൻ അമിനോ ട്രാൻസ്ഫറേസ്, ഓപ്ഷൻ ഡി ആസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ആസിഡ് ഫോസ്ഫേറ്റേസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രോസ്റ്റാറ്റിക് ഫങ്ഷന് നോക്കാൻ വേണ്ടി നമ്മൾ ഏത് എൻസൈംസ് ആണ് അല്ലെങ്കിൽ ഏത് മാർക്കർ ആണെന്നുള്ളത്, അതും ആസിഡ് ഫോസ്ഫേറ്റേസ് എന്നുള്ള സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. പ്രോസ്റ്റാറ്റിക് കാർസിനോമയിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസിഡ് ഫോസ്ഫേറ്റേസ് എന്നുള്ള എൻസൈംസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The quality in clinical laboratory is not influenced by option A staff competency, option B equipment calibration, option C chemical storage, option D none of the above. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, നൺ ഓഫ് ദി അബോവ്. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ക്വാളിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് ഏതാണെന്നാ. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷൻസും നമ്മുടെ ക്വാളിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാത്തതൊന്നുമില്ല. ഈ ഓപ്ഷൻസിൽ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാത്തതില്ല. 3 ഓപ്ഷൻസും ഈ ക്വാളിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നൺ ഓഫ് ദി. PSCക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണെന്നുള്ള രീതിയിലായിരിക്കും വരിക. പക്ഷെ കൃത്യമായിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് ഏതാണെന്ന്. അപ്പോൾ നമുക്ക് നൺ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷനാണ്. 3 ഓപ്ഷൻസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IV solution can be sterilized by option A autoclave, option B membrane filter, option C hot air oven, option D chemical sterilization. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, മെംബ്രെയിൻ ഫിൽട്ടർ ആണ്. കാരണം ഫിൽട്രേഷൻ എന്നുള്ള മെത്തേഡാണ് നമ്മുടെ IV സൊല്യൂഷൻസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുക. IV സൊല്യൂഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ടതാണ്. സോ അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഫിൽട്രേഷൻ എന്നുള്ള മെത്തേഡ്, ഈ ഓപ്ഷൻസിൽ ഫിൽട്രേഷൻ എന്നുള്ള മെത്തേഡാണ് നമ്മൾ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോവിങ്. ഓപ്ഷൻ എ ഡീപൈറോജനേഷൻ ഈസ് ഡൺ ബൈ hot air oven. Option B pasteurization kill pathogen in the milk. Option C inoculating wire sterilized by red heat method. Option D antibiotic solution is sterilized by autoclave. ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ഡി. ഏതാണ്? ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻ ഒരിക്കലും ഓട്ടോക്ലേവ് ചെയ്യല്ല ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെംബ്രെയിൻ ഫിൽട്രേഷൻ വഴി അല്ലെങ്കിൽ ഫിൽട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഓട്ടോക്ലേവിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻ സ്റ്റെറിലൈസ് ചെയ്യില്ല. അതുപോലെ മുകളിൽ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹോട്ട് എയർ ഓവനിൽ നമ്മൾ ഡീപൈറോജനേഷൻ ചെയ്യുന്നത്. പാസ്ചറൈസേഷൻ നടന്ന മിൽക്കിൻ്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഇനോക്കുലേറ്റിംഗ് വയർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് റെഡ് ഹീറ്റ് മെത്തേഡ് വഴിയാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഡി എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻറ്റിബയോട്ടിക് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഫിൽട്രേഷനോ റേഡിയേഷനോ വഴിയാണ്. ഒരിക്കലും ഓട്ടോക്ലേവ് ചെയ്യില്ല. Next question. Which is not moist heat sterilization method? Option A hot air oven, option B autoclave, option C tintilization, option D inspissation. Correct answer ഏതാണ്? Yes, hot air oven. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവും ടിൻറ്റിലൈസേഷനും ഇൻസ്പിസേഷനും ഒക്കെ. ഹോട്ട് എയർ ഓവൻ എന്താണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഇത് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അറ്റ് 100 ഡിഗ്രി, ബിലോ 100, എബോവ് 100 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ അറ്റ് 100 ഡിഗ്രിയിൽ വരുന്നതാണ് ടിൻറ്റിലൈസേഷൻ എന്ന് പറയുന്നത്. എബോവ് 100 ഡിഗ്രിയിൽ വരുന്നതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ബിലോ 100 ഡിഗ്രിയിൽ വരുന്നതാണ് ഇൻസ്പിസേഷൻ. കാരണം ഓട്ടോക്ലേവ് 160യിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഇൻസ്പിസേഷനിൽ 80 to 85 ഡിഗ്രി സെൽഷ്യസിലാണ്. ടിൻറ്റിലൈസേഷൻ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിലാണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who is the father of modern bacteriology? Option A Louis Pasteur, option B Robert Koch, option C Alexander Fleming, option D Leeuwenhoek. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, റോബർട്ട് കോച്ച്.
ബാക്ടീരിയോളജി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലൂയിസ് പാസ്റ്റർ എന്ന് പറഞ്ഞ ഫാദർ ഓഫ് മൈക്രോബയോളജിയാണ്. ബാക്ടീരിയോളജി എന്ന് എടുത്തു ചോദിച്ചുകൊണ്ട് നമുക്ക് റോബർട്ട് കോച്ചാണ് വരുന്നത്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ആണ് അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ലീവൺ ഹുക്ക് ആണെങ്കിൽ ഫസ്റ്റ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഡിസ്കവർ ചെയ്തത് ആന്റണി വോൺ ലീവൺ ഹുക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a bacterial cell, infolding of plasma membrane is called option A cytoplasm, option B ribosome, option C mesosome, option D mitochondria. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, മീസോസോം ആണ്. നമ്മളെ ബാക്ടീരിയൽ സെല്ലിലെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ് എന്ന് പറയുന്നത് മീസോസോം ആണ്. നമ്മൾ നോർമൽ യൂക്കാരിയോട്ടിക് സെൽസിൽ മൈറ്റോകോൺട്രിയ പ്രസന്റ് ആണ് അല്ലേ, അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ബാക്ടീരിയൽ സെല്ലിൽ മീസോസോംസ് പ്രസന്റ് ആയിരിക്കുന്നത്. മൈറ്റോകോൺട്രിയ ഒന്നും നമ്മുടെ ബാക്ടീരിയൽ സെല്ലിൽ ഇല്ല. സോ അതിൻ്റെ ഫങ്ഷൻ മീസോസോം ആണ് ബാക്ടീരിയൽ സെല്ലിൽ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സ്പൈറോകിറ്റ്? ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ, ഓപ്ഷൻ ബി Staphylococcus, option C Spirillum minus, option D Streptococcus. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ലെപ്റ്റോസ്പൈറ ആണ്. ഈ ഓപ്ഷനിൽ ലെപ്റ്റോസ്പൈറ ആണ്. അതല്ലാണ്ട് വേറെ ഏതൊക്കെ സ്പൈറോകീറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്? യെസ്, ട്രിപ്പോണിമ പലേഡം, ബൊറീലിയ, ലെപ്റ്റോസ്പൈറ, ഇതൊക്കെയാണ് സ്പൈറോകീറ്റുകളായിട്ട് വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Increase in HbA1c level indicate option A increased risk of diabetes, option B diabetic under control, option C diabetes not under control, option D not related with the diabetes. Correct answer ഏതാണ്? Yes, diabetes not under control. HbA1c എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഗ്ലൂക്കോസ് നമ്മൾ ഒരു 3 month അല്ലെങ്കിൽ ഒരു 2 monthലേക്ക് ഉള്ള ഗ്ലൂക്കോസിൻ്റെ ഒരു ആവറേജ് ഗ്ലൂക്കോസ് ലെവലാണ് നമ്മൾ HbA1cയിൽ ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലേ. HbA1c ലെവൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ്. അപ്പം ഈ HbA1c കൂടിക്കഴിഞ്ഞാൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡയബറ്റീസ് കൺട്രോൾ അല്ല എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് വിചാരിച്ചിട്ട് ചിലപ്പോൾ കൺട്രോൾഡ് ഡയബറ്റീസിൽ HbA1c കൂടണം എന്നില്ല. അൺകൺട്രോൾഡ് ഡയബറ്റീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? HbA1c കൂടുന്നത്. ഓക്കെ, ഇപ്പോൾ HbA1c കൂടിക്കഴിഞ്ഞാൽ അയാൾ ഡയബറ്റിക് ആണ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണ് ആൾക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The most routine and specific test employed for the blood glucose estimation. Option A Benedict test, option B GOD-POD, option C following view method, option D ortho-tolerant method. Correct answer yes, GOD-POD. GOD-POD മെത്തേഡാണ് മോസ്റ്റ് റുട്ടീൻ ആയിട്ടും സ്പെസിഫിക് ആയിട്ടും നമ്മൾ ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് ചെയ്യാറുള്ളത്. വേറെ പല മെത്തേഡും ഉണ്ട്. എക്സോകൈനസ് മെത്തേഡ്, ഇതേ പറഞ്ഞ ഫോളിൻ വ്യൂ, ഓർത്തോട്ടോളജി എന്നൊക്കെ പറഞ്ഞ പല മെത്തേഡ്സുകളും ഉണ്ടെങ്കിലും നമ്മൾ കോമൺലിയും റുട്ടീനായിട്ടും ചെയ്യുന്നത് സ്പെസിഫിക് ടെസ്റ്റ് എന്ന് പറയുന്നത് GOD-POD മെത്തേഡാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് എ റീനൽ ഫങ്ഷൻ ടെസ്റ്റ്? ഓപ്ഷൻ എ C-peptide, option B uric acid, option C cystatin C, option D creatine. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, C-peptide ആണ്. C-peptide നമ്മൾ ചെയ്യാറുള്ളത് ഈ ഇൻസുലിൻ്റെ ലെവലൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡയബറ്റിക് പേഷ്യൻസിലൊക്കെയാണ് C-peptide ചെയ്യുന്നത്. ബാക്കിയെല്ലാം യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, സിസ്റ്റാറ്റിൻ C ഒക്കെ റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ്. C-peptide റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്ന ടെസ്റ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്യൂരിൻ മെറ്റബോളിസം? ഓപ്ഷൻ എ യൂറിയ, ഓപ്ഷൻ ബി ക്രിയാറ്റിൻ, ഓപ്ഷൻ സി യൂറിക് ആസിഡ്, ഓപ്ഷൻ ബി മൈക്രോ ആൽബുമിൻ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് ആണ് പ്യൂരിൻ മെറ്റബോളിസത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റ്. പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ് യൂറിയ. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് മസിൽ മെറ്റബോളിസത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ്. പ്യൂരിൻ മെറ്റബോളിസത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് യൂറിക് ആസിഡാണ്. മൂന്നും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, light emission reaction is employed in which assay? Option A RIA, option B HPLC, option C ELISA, option D CLIA. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ക്ലിയർ ആണ്. കെമി ലൂമിനസെൻസ് ഇമ്മ്യൂണോ അസേ. കെമിയിൽ ഇമ്മ്യൂണോ അസേൽസ് ആണ് നമ്മൾ ലൈറ്റ് എമിഷൻ റിയാക്ഷൻ എംപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസിൽ ലൈറ്റ് എമിഷൻസ് വരുന്നില്ല. ലൈറ്റ് എമിഷൻസ് റിയാക്ഷൻ എംപ്ലോയ് ചെയ്യുന്നത് ക്ലിയയിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a solid medium which contain inhibiting substances that suppress the growth of unwanted bacteria and enable the growth of required bacteria to form colonies is called as a, option A enrichment media, option B selective media, option C enriched media, option D differential media. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി സെലക്റ്റീവ് മീഡിയ. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ എനേബിൾ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് മീഡിയനെ നമ്മൾ പറയുന്നത് സെലക്റ്റീവ് മീഡിയ. എനേബിൾ ചെയ്യുന്ന സോളിഡ് മീഡിയനെ നമ്മൾ പറയുന്നത് സെലക്റ്റീവ് മീഡിയ. അത് ശ്രദ്ധിക്കണം. ഇതേ പ്രോപ്പർട്ടി ഉള്ള ലിക്വിഡ് മീഡിയ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് എൻറിച്ച്ഡ് മീഡിയ എന്നാണ്. വേണമെങ്കിൽ ലിക്വിഡ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയാം. ലിക്വിഡ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് എൻറിച്ച്ഡ് മീഡിയ ആണ്. എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റീഡിയസ് ബാക്ടീരിയനെ കൾട്ടിവേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. കാരണം നോർമലി ഉള്ളതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് ഫാക്ടറും കാര്യങ്ങളും വേണ്ട ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള ബാക്ടീരിയനെ കളക്ട് ചെയ്യാനാണ് എൻറിച്ച്മെന്റ് മീഡിയ യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അല്ലെങ്കിൽ കളറിങ് ഏജന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു ബാക്ടീരിയ ഇന്ന കളറും മറ്റേ ബാക്ടീരിയ വേറൊരു കളറും ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്പോർട്ട് മീഡിയം യൂസ്ഡ് ഫോർ ഗോണോകോക്കൈൻ. ഓപ്ഷൻ എ ഹിസ് സെറം ഷുഗർ മീഡിയ, ഓപ്ഷൻ ബി ടെട്രാതയോണേറ്റ് ബ്രോത്ത്, ഓപ്ഷൻ സി സെലനേറ്റ് എഫ് ബ്രോത്ത്, ഓപ്ഷൻ ഡി സ്റ്റോർഡ് മീഡിയം. കറക്റ്റ് ആൻസർ ഏതാണ്? സ്റ്റോർഡ് മീഡിയം. നെയ്സേരിയ ഗോണേറിയ അല്ലെങ്കിൽ നെയ്സേരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സ്റ്റോർഡ് മീഡിയ ആണ് കേട്ടോ. ഗോണോകോക്കയ്ക്ക് വേണ്ടി ചെയ്യുന്ന മീഡിയ സ്റ്റോർഡ് മീഡിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In bacterial growth curve, the phase in which the cell division comes to half due to depletion of nutrients and accumulation of toxic substances. Option A log phase, option B phase of decline, option C lag phase, option D stationary phase. Option D stationary phase ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഇവിടെ? ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് ഉണ്ട് അല്ലേ? നമ്മളൊരു ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ബാക്ടീരിയ ഗ്രോത്ത് ചെയ്യുന്നതെന്നുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്. അതിൽ 4 ഫേസ് ആണ്: ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ് ആൻഡ് ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് ലാഗ് ഫേസ്. ഇപ്പോൾ ഒരു ബാക്ടീരിയ ഗ്രോത്ത് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പെട്ടെന്ന് നമുക്കതിൽ ഗ്രോത്ത് ചെയ്യില്ല. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റൊക്കെ ആയിട്ട് അവിടുത്തെ ഗ്രോത്ത് ഫാക്ടറും അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ വളരുന്ന ആ സ്റ്റേറ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് വളർച്ചയൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാഗ് ഫേസ് എന്ന് പറയും. സെക്കൻഡ് ഫേസ് ആണ് ലോഗ് ഫേസ്. അതാണ് ശരിക്കും ആക്റ്റീവ് ഗ്രോത്ത് വരുന്ന ഫേസ് എന്ന് പറയുന്നത്. അവിടുത്തെ ന്യൂട്രിയൻസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ആ ഒരു ഫേസിൽ. കൂടുതൽ മൾട്ടിപ്ലിക്കേഷനും ഗ്രോത്തും തരുന്ന ഫേസാണ് ഈ ലോഗ് ഫേസ് എന്ന്. അത് കഴിഞ്ഞാണ് ഈ സ്റ്റേഷനറി ഫേസ് വരുന്നത്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ എല്ലാ ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്ത് അവിടുത്തെ പിന്നെ ന്യൂട്രിയൻസ് കുറയും. എന്നിട്ട് ഓൾറെഡി ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് സ്റ്റേഷനറി, പ്രത്യേകിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് പക്ഷെ അവിടെ ബാക്ടീരിയ ഉണ്ടാവും. ആ ഒരു ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. ഫേസ് ഓഫ് ഡിക്ലൈൻ എന്താണ്? ഗ്രോത്ത് കുറയാണ് ചെയ്യുന്നത്.
ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ടാവും, ന്യൂട്രിയൻസ് ഒക്കെ ലാക്ക് ചെയ്തിട്ട് തീരെ ഇല്ലാണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് ഓഫ് ഡിക്ലൈൻ. സ്റ്റേഷനറി ഫേസിൽ സെൽ ഡിവിഷൻ ഹാഫ് ആവുകയാണ് ചെയ്യുന്നത്, എന്നാൽ ഡിക്ലൈൻ ഫേസിൽ തീരെ ഇല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the routine laboratory test which is done to differentiate staphylococcus from other staphylococcus aureus from other staphylococcus. Option A catalase test, option B coagulase test, option C oxidase test, option D urease test. ഏതാണ്? യെസ്, സ്റ്റാഫ് ഓറിയസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് കോയാഗുലേസ് ടെസ്റ്റ്. കോയാഗുലേസ് ടെസ്റ്റ് സ്റ്റാഫ് ഓറിയസ് പോസിറ്റീവാണ്, പക്ഷേ കോയാഗുലേസ് നെഗറ്റീവ് ബാക്ടീരിയ ഏതൊക്കെയാണ് അല്ലെങ്കിൽ സ്റ്റാഫ് ഏതൊക്കെയാണെന്നും കൂടി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സ്റ്റാഫ് എപ്പിഡെർമിഡിസും സ്റ്റാഫ് സാപ്രോഫൈറ്റിക്കസും കോയാഗുലേസ് നെഗറ്റീവാണ്. ചിലപ്പോൾ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, സ്റ്റാഫിനെയും സ്ട്രപ്പിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാറ്റലേസ് ടെസ്റ്റാണ്. കോയാഗുലേസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിൽ തന്നെ സ്റ്റാഫ് ഓറിയസിനെയും ബാക്കിയുള്ള കോയാഗുലേസ് നെഗറ്റീവ് സ്റ്റാഫ് എപ്പിഡെർമിസിസ് സ്റ്റാഫ് സാപ്രോഫൈറ്റിക്കസ് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് കോയാഗുലേസ് ടെസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവാക്സ് റിയേജന്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡോൾ ടെസ്റ്റ് കണ്ടെയ്ൻ ദ ഫോളോവിങ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഓപ്ഷൻ എ 4 കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്, സെക്കൻഡ് കോൺസെൻട്രേറ്റഡ് HCl, തേർഡ് അമൈൽ ആൽക്കഹോൾ, ഫോർത്ത് മീഥൈൽ. ഇവിടെ കോവാക്സ് റിയേജന്റിൽ ഉള്ള ഇൻഡോൾ ടെസ്റ്റിനാണ് നമ്മൾ കോവാക്സ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. അതിലുള്ള കണ്ടന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ്? പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡും കോൺസെൻട്രേറ്റഡ് HClഉം അമൈൽ ആൽക്കഹോളുമാണ് ഈ കോവാക്സ് റിയേജന്റിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. മീഥൈൽ റെഡ് കോവാക്സ് റിയേജന്റിൽ പ്രസന്റ് ആയിരിക്കും അല്ല. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഓൺലി 1, 2 and 3 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത് കേട്ടോ. 1ഉം പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡും കോൺസെൻട്രേറ്റഡ് HClഉം അമൈൽ ആൽക്കഹോളുമാണ് കോവാക്സ് റിയേജന്റിന്റെ കണ്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a competitive binding assay in which the fixed amount of antibody and radiolabeled antigen react in presence of unlabeled antigen is option A ELISA, option B RIA, option C complement fixation test, option D immunofluorescent test. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, RIA. റേഡിയോ ലാബിൾഡ് ആയിട്ടുള്ള ആൻറ്റിജൻസ് ഓർ ആൻറ്റിബോഡി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റേഡിയോ ഇമ്മ്യൂണോഅസി RIA എന്നാണ് പറയുന്നത്. റേഡിയോ ലാബിൽ നിന്ന് കണ്ടാൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം? RIA കാര്യം പറയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, VDRL ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ സിഫിലിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ സ്ലൈഡ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി റിംഗ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ ടെക്നിക്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, സ്ലൈഡ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ്. VDRL ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിഫിലിസിന് ചെയ്യുന്ന ടെസ്റ്റാണ്, അല്ലെങ്കിൽ ട്രിപ്പണിമ പലീഡത്തിന്. സിഫിലിസിന്റെ കോസേറ്റീവ് ഏജന്റ് ആണ് ട്രിപ്പണിമ പലീഡ്. ഇതിന് ചെയ്യുന്ന 2 സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളുണ്ട്, VDRLഉം RPR. ഈ 2 ടെസ്റ്റുകളും VDRLഉം RPRഉം സ്ലൈഡ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റുകളാണ്. ചിലപ്പോൾ ഫ്ലോക്കുലേഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ VDRLഉം RPRഉം സ്ലൈഡ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റാണ്. എന്താ ഈ VDRLന്റെ ഫുൾ ഫോം? വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ് എന്നാണ് കേട്ടോ. വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the only maternal immunoglobulin that normally transported across the placenta that provide natural immunity to the newborn is option A IgA, option B IgM, option C IgG, option D IgD. ഏതാണ് കറക്റ്റ് ആൻസർ? IgG. നമ്മളുടെ പ്ലാസൻ്റെ ത്രൂ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരേ ഒരു
ഇമ്മ്യൂണോഗ്ലോബുലിനേ ഉള്ളൂ, അത് IgG ആണ്. ബാക്കി ഒരു ഇമ്മ്യൂണോഗ്ലോബുലിനും പ്ലാസൻ്റ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യില്ല. ഇങ്ങനെ പ്ലാസൻ്റ് വഴി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് കുട്ടിക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഇമ്മ്യൂണിറ്റിനെ നമ്മൾ പറയാം നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് കേട്ടോ. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. Last question. The bacterial colony which shows medusa head appearance on agar plate and inverted filtrate appearance in gelatin stab culture. Option A, Corynebacterium diphtheria. Option B, Bacillus anthrax. Option C, pneumococci. Option D, Mycobacterium tuberculosis. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ബാസിലസ് ആന്ത്രാക്സ് ആണ്. പ്ലേറ്റിൽ മെഡുസ ഹെഡ് അപ്പിയറൻസും അതുപോലെ സ്റ്റാബ് കൾച്ചറിൽ ഇൻവേർട്ട് ഫിർട്രി അപ്പിയറൻസും വരുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക, മെഡുസ ഹെഡ് അപ്പിയറൻസ്, ഇൻവേർട്ട് ഫിർട്രി അപ്പിയറൻസ് ഒക്കെ ബാസിലസ് ആന്ത്രാസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ കൊറിനെ ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനീസ് ലെറ്റർ പാറ്റേൺ അപ്പിയറൻസ്, പാൽസേഡ് അറേഞ്ച്മെന്റ്, യൂണിഫോം അറേഞ്ച്മെന്റ്, ഇതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കൊറിനെ ബാക്ടീരിയത്തിന് പറയാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊറിനിബാക്ടീരിയം, ചൈനീസ് ലെറ്റർ പാറ്റേൺ, പാൽസേഡ് അറേഞ്ച്മെന്റ് ഒക്കെ കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ടുള്ള വീഡിയോക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.